ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലൂടെ ആ സെൻറ്ററിനോട് തൊട്ട് ചേർന്നിട്ടാ. അതായത് ആ സെൻറ്റർ ഉണ്ടല്ലോ, അവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരം ഏകദേശം ഉള്ളിലോട്ട് മാറിയിട്ട് ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. തൃശ്ശൂർ ടൗണിലേക്ക് ഒരു 9.5 കിലോമീറ്റർ. 4.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ടെസ്റ്റ് വർക്കുകൾ, കളർ പെയിൻറ്റിങ്, LED ബൾബുകൾ, BLDC ഫാനുകൾ എല്ലാം ഓൾറെഡി വീട്ടിൽ സെറ്റാട്ടാ. വീണ്ടും മുൻവശം കണ്ട വീതി കൂടിയ റോഡാ, അതൊക്കെ മെറ്റലൊക്കെ പതിച്ച് കിടക്കുന്നുണ്ട്. അത് ഈ ഒരാഴ്ചയിനുള്ളിൽ തന്നെ ടാറിങ് അവിടുന്ന് അറ്റം വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡും അതെ, 2 സൈഡും ഫുള്ളായിട്ട് ടാർ ചെയ്ത് തരും വീടിൻ്റെ മുൻവശേ. അതുപോലെ നീളം കൂടിയ ഒരു സ്ലൈഡിങ് ആയിട്ടാണ് മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു 20 അടിയോളം വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഇന്നോവ പോലുള്ള വാഹനങ്ങളെ കയറ്റി നിർത്താട്ടോ. ഇത് ബോർവെല്ലിൻ്റെ കിണറാണ് ഇവിടെ കണ്ടത്. ഇതിന് നമ്മൾ കളർ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് വീട് കൈമാറുക. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ വെല്ല, ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. ഫുൾ ലെങ്ത് കിണർ തന്നെയാണ്. അതൊന്ന് ഹാഫാക്കിക്കുക, വണ്ടി ഒന്ന് കയറി കൂടുതൽ കാറുകൾ കയറി നിൽക്കാൻ വേണ്ടിയിട്ടേ. എത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം പറ്റൂല, അപ്പോൾ എത്ര വലിയ പ്രളയം വന്ന വെള്ളം കയറാത്ത അത്രയും നല്ലൊരു അടിപൊളി ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിലാണ്. ടെസ്റ്റ് വർക്കാണ്, നല്ല കളർഫുൾ ആയിട്ട് ടെസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ LED ബൾബുകളും വെച്ചിട്ടുണ്ട്. 2 സൈഡിലൊക്കെ ഫുൾ ലെങ്ത്തിൽ ടെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റ് ബോർഡറായിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ പാളി ഡോറ് തേക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കയറി വരുന്ന ഒരു ലിവിങ് ഹാളാണിത്. വീതി കൂടിയ ഒരു മാർബിൾ ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ട. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്ത് ഹോൾ സീലിംഗ് ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് BLDC 2 ഫാൻ വെച്ചിട്ടുണ്ട്. അതായത് നീളം ഇത്തിരി വലിപ്പമുള്ള കാരണേ ലിവിങ് ഹാള് 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ലൊരു അടിപൊളി TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ലിവിങ് ഹാള്. ലിവിങ് ഹാളിനോട് ചേർന്നിട്ട് ഈ ഒരു സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി മാത്രമാണ് ഇവിടെ ബാലൻസ് ആയിട്ട് വരുന്നത്. ഇവിടെയും ഹോൾ സീലിംഗ് നല്ല കളർഫുൾ ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ, റിമോട്ട് കൺട്രോൾ ഫാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്താണ് വാൾ ഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡ്രസ്സിംഗ് യൂണിറ്റ് അടക്കമുള്ളത്. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനോട് കൂടിയിട്ടാണ് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ്, അപ്പോക്സിയാണ് ടൈല്, വാൾ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഭാഗത്തൊക്കെ മറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാം ലിവിങ് ഹാളിൽ നിന്ന് നല്ലൊരു അടിപൊളി ആർച്ചോട് കൂടിയിട്ട് കണ്ട LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായ ഒരു ആർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ കളർഫുൾ മാച്ചിങ്ങിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടൈല് കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൽ കണ്ട ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ചുമരിലാണ് ടെസ്റ്റ് വർക്ക് കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെസ്റ്റ് വർക്കാണ്. അതുപോലെ ഫുൾ ലെങ്ത്തിൽ ഇവിടെയും ഹോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. BLDC ഫാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കിടക്കുന്ന വാഷേരിയാണിത് കണ്ട. ഈ ഒരു ഭാഗത്താണ് വാഷേരി കൊടുത്തത്. അടിയിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മറ്റേ സ്റ്റോണൊക്കെ ഇട്ടിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ടുണ്ടായത്. അത് ടഫൻ ചെയ്ത ഗ്ലാസ് ആട്ടാ, ചവിട്ടി നമുക്ക് കയറാം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കളർഫുള്ളായിട്ടുള്ള ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും BLDCയുടെ റിമോട്ട് കൺട്രോൾ ഫാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയാണ് വാൾ ഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത്. എല്ലാം മറ്റേ ഡ്രസ് യൂണിറ്റോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും. വാട്ടയിലൊക്കെ വിവിധ കളർ ചേഞ്ചിങ്ങിനോട് കൂടിയിട്ടാണ് 3 ബാത്റൂമിലും വിവിധ തരം കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി ചെയ്തിട്ടേ ടഫൻ ചെയ്ത ഗ്ലാസ്സാണ്, ചവിട്ടിക്ക് നടക്കാം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ. ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡൈനിങ് ഹാളിൽ നിന്ന് ഫുള്ള് മറ്റേ ചുമരിൽ ഫുള്ള് ലെങ്ത് മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ച് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് കിച്ചണിലും കൊടുത്തിരിക്കുന്നത്. അടിയിൽ സ്ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ട് LED ബൾബിൻ്റെ.
അതേ മാച്ച് ചെയ്ത് കണ്ട മുകൾ വശത്തും അതിൻ്റെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഫാനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചിമ്മിനി ഉണ്ട്, ഹോബ് ഇപ്പം ചിമ്മിനി ഹോം എല്ലാം ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ഈ ഭാഗത്തൂടെ കബോർഡൊക്കെ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വേറൊരു വർക്കുകളും ഇനി ഇവിടെ ചെയ്യാനില്ല, എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ് കേട്ടോ. കിച്ചണിൽ നമ്മൾ ഇനി പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗമാണ്. ഇവിടെയും അതേ മാച്ചിൽ തന്നെയാണ് കേട്ടോ ടൈല് കൊടുത്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ട് ഇവിടെയും കബോർഡ് മുകളിലും താഴെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുമരിൽ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഡ്രില്ലും സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിലൊക്കെ ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്, ചെളി തെറിക്കാത്ത വിധത്തിൽ എല്ലാ ഭാഗങ്ങളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലത്തെ വീടുകളിലെ വ്യൂസാണ് കാണുന്നത് കേട്ടോ. ധാരാളം വീടുകളിൽ വർക്ക് നടക്കുന്നതും താമസിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില 62 ലക്ഷം രൂപ കേട്ടോ. അതിപ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ. ഇത് കയറി വരുന്ന ഭാഗത്തുള്ള വർക്കുകളാണ്. മുകൾ വശത്ത് വലിയൊരു ഹാള് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ലെങ്ത്തിലുള്ള എൽ ഷേപ്പ് ഹാളാണിത്. ഇവിടെ ഒരു TV യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ അടിപൊളി ഒരു TV യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് മുകൾ വശത്ത് താഴത്തെ അതേ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഹോൾ സീലിംഗ് ഫുൾ ലെങ്ത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് ഇത് സ്റ്റെയർ കയറി വരുന്ന മുകൾ വശത്തുള്ള ഹാങ്ങിങ് ബൾബാണിത്. ഇവിടെ നിന്ന് നമുക്ക് കാണാം ഹാങ്ങിങ് ബൾബ് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തെ ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആട്ടോ. നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ്. വാർഡ്രോബ്സ് നമുക്ക് കാണാം ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഹോൾ സീലിങ്ങിൽ LED ഫാനൊക്കെ വെച്ച് റിമോട്ട് കൺട്രോൾ ഫാനൊക്കെ ചെയ്തിട്ട് എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. കോർണറിൽ നമുക്ക് കാണാം ഒരു കോർണർ വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് കേട്ടോ ബാത്റൂമിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. 10 കൊല്ലത്തോളമൊക്കെ ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽ. അപ്പോക്സി ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സൈഡൊക്കെ. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ ലോണൊക്കെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ബാങ്കുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്നുണ്ട്. മുകൾ വശത്തെ ഓപ്പൺ ബാൽക്കണിയാണിത്. ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗത്തെ എല്ലാ വർക്കും കഴിഞ്ഞു. ഞാൻ പുറത്തെ കുറച്ച് ചില്ലറ പണികൾ മാത്രമാണ് ബാലൻസ് ഉള്ളൂ. ഇത് പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗമാണ് ഓപ്പൺ ടെറസ്. നല്ല ഫുൾ ലെങ്ത്തിലൊരു ഓപ്പൺ ടെറസ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴേലും ഒരു ബെഡ്റൂമൊക്കെ എടുക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. ഈ ഒരു സൈഡിലാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറാൻ സ്റ്റയർ ഒരു സൈഡിൽ ഒതുക്കി കൊടുത്തിരിക്കുന്നു. 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് മുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ബാക്ക് സൈഡിലത്തെ വീടുകളിലെ വ്യൂസ് വർക്ക് നടക്കുന്നതുകൊണ്ട് താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.